ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ലിവർ ഫ്രൈ ആണ്. ഇതിന് ആദ്യം കുറച്ച് ലിവർ എടുത്തിട്ട് അത് വിനാഗിരി ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകുക. എന്നിട്ട് അതൊരു കുക്കറിലെടുത്ത് അതിലേക്ക് വയ്ക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിടുക, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞളും ഇടുക. എന്നിട്ട് കുക്കറിൽ അടച്ച് ഗ്യാസിൽ വയ്ക്കുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുക്കർ ആറിയതിന് ശേഷം തുറന്ന് ലിവർ എടുത്ത് ഒരു പാത്രത്തിലേക്ക് അത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മൾ അത് ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കുക, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഇത് ഞാനിവിടെ തയ്യാറാക്കിയ മസാലക്കൂട്ടാണ്. ഇനി നമ്മൾക്ക് ഇത് കുക്ക് ചെയ്യുന്നതിലേക്ക് പോകാം. കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. ഇത് നന്നായി ചൂടായതിന് ശേഷം കുക്ക് ചെയ്യാം. ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയും ഇട്ട് കൊടുക്കാം. പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള ഒരുവിധം വഴുതി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കുക. ലിവർ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. മസാല നല്ലതുപോലെ മിക്സ് ആവണം. ഇതിൽ കുറച്ച് ഉപ്പിട്ട്, ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ ആദ്യം ലിവറിൽ ഉപ്പിട്ടിട്ടുണ്ട്, മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. ഇത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിന് ശേഷം തുറന്ന് നോക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സെർവ് ചെയ്ത് കഴിക്കാം.